ഒരു അത്ഭുതങ്ങൾ കാണുന്നു, പാതിരാക്ക് ചില വെളിച്ചങ്ങൾ കാണുന്നു, ചിലതൊക്കെ കേൾക്കുന്നു, ബാങ്ക് കേൾക്കുന്നു. പള്ളിയില്ല, ഒരു മൂടപ്പെട്ട പ്രദേശമാണ്, കാടാണ്. സമസ്തയിലേക്ക് കത്തെഴുതി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടത്തേക്ക് പറഞ്ഞയച്ചു. ശംസുൽ ഉലമ നാട്ടിലേക്ക് വന്നു. ആ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് അവിടെ കിടക്കുന്ന കബറാളികളുമായി സംസാരിച്ചു. പുറത്തിറങ്ങിയിട്ട് വന്നു പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, മഹാന്മാരാണ്. അവരെ നിങ്ങൾ സിയാറത്ത് ചെയ്യാൻ സൗകര്യമുണ്ടാക്കണം. അവിടെ അതിനിടെ വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്യണം. ആ കൂട്ടത്തിലുള്ള റഈസ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് പോലും തൊട്ട് കാണിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ ഉറൂസ് നടത്തപ്പെടുന്നു. ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല, നിങ്ങൾ അവരെ ബഹുമാനിച്ചാൽ, നിങ്ങൾ അവരെ സിയാറത്ത് ചെയ്താൽ നിങ്ങളുടെ നാട്ടിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും എന്ന് ശംസുൽ ഉലമ ദുആ ചെയ്തു. വാസ്തവത്തിൽ 1-2 മാസം മുമ്പ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടി അവിടുത്തെ ശംസുയുടെ അനുസ്മരണ യോഗത്തിൽ ഞാൻ ആ കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. ആ നാട്ടിലില്ലാത്ത വാസ്തവത്തിൽ കോഴിക്കോട് ഏറ്റവും വലിയ ആർട്ടിന്റെ ഡോക്ടർ കുഞ്ഞാലി ഡോക്ടർ ബായാറുകാരനാണ്. അമേരിക്കയിൽ പോയാൽ, ദുബൈ ഷർവാനിപ്പള്ളി പോയാൽ അവിടെ എല്ലാ മേഖലകളിലും ബായാറുകാരില്ലാത്ത പ്രദേശമില്ല എന്ന് പറഞ്ഞാൽ അവിടെയുള്ള 100% ആളും മുതലാളി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടിലേക്ക് ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുകൊണ്ടാ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ദുആയും ആ മഹാന്മാരായ ഔലിയാക്കളുമായിട്ടുള്ള ബന്ധവുമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഈ രൂപത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ പഠിപ്പിച്ചു തന്നത്, ഇസ്ലാം പഠിപ്പിച്ചു തന്നത്, ദീന് പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും അതുപോലുള്ള മഹത്തുക്കളായ നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരൊക്കെയാണ്. നമ്മൾക്കറിയാലോ, ഇപ്പോൾ വാസ്തവത്തിൽ ഉള്ളാളം ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1975 അവിടുത്തെ ഉറൂസിന്റെ സമാപന ദിവസത്തിൽ അതിന്റെ മുമ്പ് വന്ന ഒരു പ്രാസംഗികൻ, അവരും സയ്യിദാണ്, ഫോട്ടത്തിനെ സംബന്ധിച്ച് വളരെയധികം പറയുകയും മാത്രമല്ല അവിടുത്തെ സയ്യിദ് അവറുകളെ തന്നെ, ഉള്ളാളം സയ്യിദ് അവറുകളെ തന്നെ കൊള്ളുന്ന രൂപത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു പോയപ്പോൾ 2-3 ദിവസം മുമ്പ് അങ്ങനെ പ്രസംഗിച്ചിട്ട് അവിടുന്ന് പോയിരുന്നു. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഉള്ളാളം സയ്യിദ് അവറുകൾ പറഞ്ഞത്, ഞാൻ അതിനൊന്ന് മറുപടി പറയാതിരുന്നത് എന്റെ ബഹുമാന്യരായ ഗുരു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വേദിയിൽ വെച്ചിട്ട് പറയാനാണ് എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി പറഞ്ഞത്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അല്ലാഹുവിന്റെ വലിയല്ലെങ്കിൽ ലോകത്ത് വേറെ അല്ലാഹുവിന് വലിയില്ല എന്ന് ആണയിട്ട് സത്യം ചെയ്ത് പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ദക്ഷിണ കർണാടകയിലുള്ള ഉള്ളാളം ഉറൂസിൽ വെച്ചിട്ടാണ് 1975. ഞാൻ പറയുന്നത് ആ രൂപത്തിലുള്ള ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പോലെ ഉള്ള മഹാന്മാർ, ബഹുമാനപ്പെട്ട കുമ്പുൽ കേസാറ്റക്കോയത്തങ്ങൾ ഈ നാടുമായി ബന്ധമുള്ളവരാണല്ലോ. അവരുടെ വാപ്പ പറയുന്നത്, അവരുടെ വാപ്പ കേസാറ്റക്കോയത്തങ്ങൾ പറയുന്നത്, എന്റെ വാപ്പ ഏത് തീരുമാനം എടുക്കുന്നതും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോട് ചോദിച്ചിട്ടല്ലാതെ ഒരു കാര്യം തീരുമാനിക്കാറില്ല. ഇന്നത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും ആ പള്ളിയും അവിടെ കിടക്കാൻ എല്ലാം പഠിപ്പിച്ചു കൊടുത്തതും കാണിച്ചു കൊടുത്തതും പറഞ്ഞു കൊടുത്തതും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്. കുമ്പുൽ മുത്തവല്ലി സ്ഥാനം രാജിവെച്ചപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ശംസുൽ ഉലമ പറഞ്ഞതാണ് അവിടെ പള്ളി കെട്ടാൻ. വാസ്തവത്തിൽ കാട് മൂടിക്കിടക്കുന്ന കുറുക്കന്മാർ മാത്രം വസിക്കുന്ന പ്രദേശം. ബഹുമാനപ്പെട്ട ഫദ്ൽ പൂക്കോയത്തങ്ങൾ ചോദിച്ചത്രേ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ഞാൻ അവിടെ പള്ളി കെട്ടിയാൽ ആരാണ് അവിടത്തേക്ക് വരിക? തങ്ങൾ പ്രയാസപ്പെട്ട തങ്ങൾ അവിടെ പള്ളി കെട്ടിക്കോളൂ, ജനങ്ങൾ അവിടത്തേക്ക് വരും എന്ന് ശംസുൽ ഉലമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പള്ളി കെട്ടിയത്. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഉറൂസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉറൂസാണല്ലോ ഫദ്ൽ പൂക്കോയത്തങ്ങളുടെ ഉറൂസ്. ഞാൻ പറയുന്നത് ഇങ്ങനെ, മരിച്ചവരാവട്ടെ ഹയാത്തുള്ളവരാവട്ടെ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കല്ലാതെ ഔലിയാക്കൾ തിരിച്ചറിയില്ല. പിരിവുകാർക്ക് പിരിവുകാരെ തിരിച്ചറിയും, ഔലിയാക്കൾക്ക് ഔലിയാക്കളെ തിരിച്ചറിയും, ചൂഷണം ചെയ്യുന്നവർക്ക് ചൂഷണം ചെയ്യുന്നവരെ തിരിച്ചറിയും. അല്ലാതെ എല്ലാവരെയും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മഹത്തുക്കളായ മഹാന്മാരായ നേതാക്കന്മാർ അവരാണ് നമ്മുടെ ദീൻ, അവരാണ് നമ്മൾക്ക് ദീൻ എത്തിച്ചത്. നമ്മൾ ബഹുമാനപ്പെട്ട നാട്ടി ഉസ്താദിന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ വാസ്തവത്തിൽ അദബുകേട് ഈ ലോകത്ത് സംഭവിച്ചാൽ ഖിയാമത്ത് പ്രതീക്ഷിക്കാൻ ഷഫീഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അദബുകേട്. ഉസ്താദുമാരെ ശിഷ്യന്മാർ ബഹുമാനിക്കണം, മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കണം, ചെറിയവരെ വലിയവരെ ബഹുമാനിക്കണം. ഇത് ഈ ദീനിന്റെ അടിസ്ഥാനമാണ്, ദീനിന്റെ അടിത്തറയാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ വാസ്തവത്തിൽ അടിസ്ഥാനം തന്നെ തെറ്റിപ്പോകും. നമ്മൾക്കറിയാം, നാട്ടി ഉസ്താദ് സാധാരണ പറയാറുണ്ട്, മകനിക്ക് വാസ്തവത്തിൽ ആരോഗ്യമുണ്ടാവാം, വാപ്പ വയസ്സനാവാം, എങ്കിലും വാപ്പ മകനെ അല്ല ബഹുമാനിക്കേണ്ടത്, മകൻ വാപ്പാനെയാണ് ബഹുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ഉമ്മാനെ കാണാൻ സൗന്ദര്യമുണ്ടാവില്ല, വയസ്സായിരിക്കാം, മകൾ സൗന്ദര്യവതിയായിരിക്കാം, എങ്കിലും സൗന്ദര്യമുള്ള മകൾ ഉമ്മയാകുന്ന സൗന്ദര്യമില്ലാത്ത ഉമ്മാനെ തന്നെയാണ് ബഹുമാനിക്കേണ്ടത്, തിരിച്ചിങ്ങോട്ടല്ല. എന്നതുപോലെ ശിഷ്യന്മാർ ഉസ്താദുമാരെ തന്നെയാണ് ബഹുമാനിക്കേണ്ടത്. ചിലപ്പോൾ ശിഷ്യന് ഉസ്താദിനേക്കാൾ ശിഷ്യനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാവാം, എങ്കിലും ബഹുമാനിക്കേണ്ടത് ഉസ്താദിനെ തന്നെയാണ്.
ശിഷ്യനെയല്ല എന്ന് ബഹുമാനപ്പെട്ട നാട്ടി ഉസ്താദ് സാധാരണ പറയാറുണ്ട്. ഞാൻ പറയുന്നത് ആ ബഹുമാനം, ആ ആദരവ്, ആ സംസ്കാരം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളുടെ ചരിത്രം, ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങൾ അവിടെ വെച്ച് മരിച്ച ആ അന്തരീക്ഷം. ഞാൻ എന്റെ വിഷയം മാറിപ്പോയത് ആ പിരിവുമായിട്ട് സംസാരിച്ചപ്പോഴാണ്. അപ്പൊ ചൂഷണം ചെയ്യുന്ന ഒരു സ്വഭാവം ബാദൽ സമസ്തയിലവരെ മാറ്റി നിർത്തപ്പെട്ടത് തന്നെ ബഹുമാനിക്കാത്തൊരവസ്ഥ വന്നപ്പോഴും, സൂക്ഷ്മതയില്ലാത്തൊരു ഘട്ടം വന്നപ്പോഴും, വിനയം പ്രകടിപ്പിക്കാത്ത ഒരു രംഗം, വിനയം കാണിക്കാത്തൊരു ഏറ്റവും വലിയ മഹത്തായ ഉദാഹരണം തന്നെയല്ലേ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗണ്യത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ 5 വർഷവും അതിനേക്കാൾ അപ്പുറമൊക്കെ ഓതിപ്പിടിച്ച ശിഷ്യന്മാർ. ബഹുമാനപ്പെട്ട ഗണ്യത്ത് ഉസ്താദ് ഉസ്താദാണ്, ശംസുലമയും ശിഷ്യനാണ്. ആ രൂപത്തിലുള്ള ഉസ്താദുമാർ ജീവിച്ചിരിക്കുമ്പോൾ മറുഭാഗത്ത് പോകുക, എന്നിട്ട് അവർക്കെതിരായിട്ട് പ്രസിഡന്റ് ആവുക, സെക്രട്ടറി ആവുക എന്ന് പറഞ്ഞാൽ, അവരെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അതപകേടല്ലേ ഇത്. വാസ്തവത്തിൽ ആള് വലിയതായത് കൊണ്ടൊന്നും കാര്യമില്ല, അതപകേട് സംഭവിക്കും. ആള് വലിയതാവാം, പക്ഷെ അതപകേട് സംഭവിക്കും. നമ്മൾക്കറിയാം ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിട്ട് മദീനയിൽ ഒരു പ്രാവശ്യം ഒരു പെഞ്ചല്ലുണ്ടായിരുന്നു. പെഞ്ചല്ല് പ്രശ്നം, നബി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബിയെ സംബന്ധിച്ച് പെഞ്ചല്ല് 10-40 ദിവസത്തോളം വഴി വരാതിരുന്ന ഒരു വല്ലാത്തൊരു സന്ദർഭം. ഞാനത് വിശദീകരിക്കുകയല്ല. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബിയെ സംബന്ധിച്ച് എന്തോന്ന് പറഞ്ഞു പോയി. സഹാബാക്കൾ ചിലർ പറഞ്ഞിരുന്നു, ആയിഷ ബിയെ പറ്റി പറഞ്ഞിരുന്നു, മുനാഫിക്കുകൾ ഉണ്ടാക്കിയ ആ കിംവദന്തി, മുനാഫിക്കുകളുടെ കള്ളപ്രചരണത്തിലാണല്ലോ ആൾക്കാരൊക്കെ ഉണ്ടാവുക. ഞാൻ പറഞ്ഞതുപോലെ എത്ര നല്ല ഔലിയാക്കളുണ്ട്, ആളുകൾക്ക് കുറവാണല്ലോ. ഇവിടെ കടമത്തൊരാൾ വന്നപ്പോ ആളെത്ര കൂടി, അങ്ങനെ ഏതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ അതിന്റെ കൂടെയാണ് ആളുണ്ടാവുക. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുകയല്ല. ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല എന്തോ എന്ന് പറഞ്ഞു പോയിരുന്നു. ആ വിഷയത്തിൽ സത്യസന്ധത 1% പോലും ഇല്ല. പക്ഷേ അത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറച്ച് വേദനിപ്പിച്ചു. എന്റെ മകളെ പറ്റിയിട്ടാണല്ലോ അല്ലാഹ് ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞത് എന്നൊരു വേദന. ബഹുമാനപ്പെട്ട ഹസ്സാൻ സാബിത്ത് ആരാണ്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് നിശക്തിപ്പെടുത്തണേ എന്ന് റസൂൽ ദുആ ചെയ്ത മഹാൻ. അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ് എന്ന് മുസ്തഫ നബി തങ്ങൾ ദുആ ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല. എന്നിട്ട് പോലും വഫാത്താകുന്ന വേളയിൽ ഹസ്സാൻ, നിങ്ങൾ ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹു സംബന്ധിച്ച് ഒന്നും വിചാരിച്ചു പോകേണ്ട, സ്വഹാബത്താണ്, വലിയ മഹാനാണ്. പക്ഷേ സിദ്ദീഖ് അക്ബർ തങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ ഹസ്സാൻ സാബിത്ത് തങ്ങൾ ചെറുത് തന്നെയാണ്. ലോകത്ത് പ്രവാചകന്മാരെ മാറ്റി നിർത്തിയാൽ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വജനങ്ങളിലും പ്രവാചകന്മാരെ മാറ്റി നിർത്തിയാൽ ഈ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടവർ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ്. യാതൊരു സംശയക്കാര്യത്തിലില്ല. ആ സിദ്ദീഖ് അക്ബർ തങ്ങൾക്ക് വേദന വന്നപ്പോ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല വഫാത്താകുന്ന വേളയിൽ അവിടുത്തെ 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും 2 കൈകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയതും ചരിത്രകാരന്മാർ പറയുന്നത് സിദ്ദീഖ് അക്ബർ തങ്ങളെ വേദനിപ്പിച്ചതിന്റെ കാരണം കൊണ്ടാണ്. അപ്പൊ ഹസ്സാൻ സാബിത്ത് ചെറിയ ആളായത് കൊണ്ടല്ല, വലിയ മഹാൻ തന്നെയാണ്. പക്ഷെ സിദ്ദീഖ് അക്ബർ തങ്ങളെ വേദനിപ്പിച്ചപ്പോൾ അവർക്ക് പൊരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദുമാരുടെ പൊരുത്തക്കേട് തീർച്ചയായിട്ടും സംഭവിക്കും. മാതാപിതാക്കളുടെ പൊരുത്തക്കേട് മക്കൾക്ക് സംഭവിക്കും. വളരെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്റെ പ്രിയമുള്ളവരെ, ആ നല്ലതായിരിക്കുന്ന സ്വഭാവം, ആ സംസ്കാരം, അതബ് പഠിപ്പിച്ചു തന്ന സംസ്കാരം, അപമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു തന്ന സംസ്കാരം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് നമ്മൾക്ക് പഠിപ്പിച്ചത്. ആ സമസ്ത ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ബഹുമാനപ്പെട്ട ഗണ്യത്ത് ഉസ്താദിന്റെയും ശംസുലമിന്റെയും ഒക്കെ സൂക്ഷ്മത പറഞ്ഞാൽ ബഹുമാനപ്പെട്ട